ആദവും അമ്മയും യാത്ര പറഞ്ഞിറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് പെട്ടെന്ന് മുറ്റത്തേക്ക് ആരോ കടന്നു വന്നത്. മദ്യപിച്ച് കിടുങ്ങി ആടിയാണ് അവൻ വരുന്നത്. അവൻ കയറി വന്നതും ഉമ്മർത്ത് നിൽക്കുന്ന ആദത്തെയും അവൻ്റെ കാറിനെയും മിസ്ബയുടെ കൂടെ നിൽക്കുന്ന മമ്മിയെയും മാറി മാറി നോക്കി. അവൻ്റെ കണ്ണുകളിൽ ദേഷ്യവും ലഹരിയും നിറഞ്ഞു നിന്നിരുന്നു. അയാളെ കണ്ടതും മിസ്ബ കുഞ്ഞിനെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. കുഞ്ഞും വല്ലാത്തൊരു ഭയത്തോടെ അയാളെ നോക്കി. അവനെ കണ്ടതും ആദവും അമ്മയും അവളെ നോക്കുമായിരുന്നു. നിതിൻ അവളുടെ ചുണ്ടുകൾ മൊഴിഞ്ഞു. അവൻ വരുന്നത് കണ്ടപ്പോൾ അന്ന പേടിച്ച് ഉറക്കെ മിസ്ബയുടെ ടോപ്പിൽ ഇറുക്കി പിടിച്ചു. മിസ്ബയുടെ മുഖത്തെ സന്തോഷമെല്ലാം മാഞ്ഞ് അവിടെ ഭയം പടർന്നു. അവൾ കുഞ്ഞിനെ വേഗം തന്നിലേക്ക് മാറ്റി. ഇതാരാ മോളെ? മമ്മി സംശയത്തോട് ചോദിച്ചു. അത് കേട്ടതും ആദവും അതാരാണെന്നുള്ള അർത്ഥത്തോടെ അവളെ നോക്കി. എൻ്റെ ഭർത്താവാ, അവൾ പേടിയോടെ പറഞ്ഞു. പെട്ടെന്ന് ഗേറ്റ് കടന്ന് ഒരാൾ കൂടി അങ്ങോട്ടേക്ക് വന്നു. അവർ താമസിക്കുന്ന വീടിൻ്റെ ഓണറായിരുന്നു അവൻ്റെ ഒപ്പം വന്നത്. അത് ഈ വീടിൻ്റെ ഓണറാണ്, അവൾ അയാളെ കണ്ട് വീണ്ടും പറഞ്ഞു. ആ, ഇവിടെന്താ വലിയ സൽക്കാരം നടക്കുവാണോടി? നിതിൻ അവൾക്ക് നേരെ ദേഷ്യത്തോട് ചോദിച്ചു. എൻ്റെ കണ്ണുകളിൽ മദ്യത്തിൻ്റെ ഹാങ് ഓവറും ദേഷ്യവും നിറഞ്ഞിരുന്നു. ആണൊരുത്തനില്ലല്ലോ, അപ്പോൾ ആരെ വേണമെങ്കിലും വിളിച്ച് അകത്ത് കയറ്റാലോ. അങ്ങേരും അവനെ എരികേറ്റണമെന്ന രീതിയിൽ പറഞ്ഞു. ഡി, നിതിൻ മിസ്ബയ്ക്ക് നേരെ കൈവിരൽ ചൂണ്ടി ഉറക്കെ അലറി. വീട്ടിൽ നിന്ന് ഓടിപ്പോന്ന് ഇവിടെ വന്ന് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ നിനക്ക് വലിയ വിലയായി അല്ലേടി? ഈ പുന്നാര മോനാണോടി നിന്റെ ഇപ്പോഴത്തെ കാമുകൻ? എൻ്റെ ചോരയും കൊണ്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോന്നത് ഇവൻ്റെ കൂടെ സൂഹിക്കാനാണോടി? അവൻ ഒച്ചത്തിൽ ചോദിച്ചു. അവൻ്റെ ആ ചോദ്യം കേട്ട് അവൾ ഞെട്ടി. കണ്ണുകൾ നിറഞ്ഞൊഴുകി. മമ്മിയും മാധവും പരസ്പരം നോക്കി. അവൻ്റെ ശബ്ദം കേട്ടതും അന്നമോൾ പേടിച്ച് ഉറക്കെ കരഞ്ഞുകൊണ്ട് മിസ്ബയുടെ ചുരിദാറിൽ ഇറുക്കി പിടിച്ചു. മിസ്ബയുടെ മുഖത്ത് സന്തോഷമെല്ലാം മാഞ്ഞ് അവിടെ ഭയം പടർന്നു. അവൾ കുഞ്ഞിനെ വേഗം തന്നിലേക്ക് മാറ്റി. നിതിൻ, ദയവ് ചെയ്ത് ആവശ്യമില്ലാത്തത് പറയരുത്. ആൻറ്റിയൊക്കെ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. അവൾ അവനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. നിന്റെ സ്വഭാവം എനിക്കറിയാടി. ഞാനില്ലല്ലോ ഇപ്പം കൂടെ. അതുകൊണ്ട് ഏതെങ്കിലും പണച്ചാക്കിനെ കണ്ടുപിടിച്ച് കൂടെ ഉണ്ടാക്കാമെന്ന് നീ കരുതിയോടി? നിതിൻ മിസ്ബയുടെ അടുത്തേക്ക് ആഞ്ഞു ചെന്ന് അവളുടെ കയ്യിൽ ബലമായി പിടിച്ച് തിരിക്കാനായിട്ടാഞ്ഞു. അവൾ വേദന കൊണ്ട് പറഞ്ഞുപോയി. ഡാ! ആദത്തിന്റെ ഗർജനം പോലുള്ള ശബ്ദം അവിടെ മുഴങ്ങി. നിമിഷ നേരം കൊണ്ട് ആദം മുന്നോട്ട് പാഞ്ഞെടുത്ത് നിതിൻ്റെ കൈ വായുവിൽ വെച്ച് ഇറുക്കെ പിടിച്ചു വെച്ചു. അവൻ്റെ പിടുത്തത്തിൻ്റെ ശക്തിയിൽ നിതിൻ്റെ കൈ കുഴഞ്ഞുപോയി. കൈയെടുക്കട പൊന്ന! ആദം അവൻ്റെ കൈ തട്ടിമാറ്റി നെഞ്ചിലേക്ക് ഒരൊറ്റ തള്ളു കൊടുത്തു. ഉറയ്ക്കാതെ നിന്ന നിതിൻ ഉമ്മറത്തെ പടികളിലേക്ക് തെറിച്ചു വീണു. അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഹൗസ് ഓണർ ആദത്തിൻ്റെ മാറ്റം കണ്ട് ഒരു ചുവട് പുറകിലേക്ക് വെച്ചു. ആദം, വേണ്ട! മമ്മി ഭയത്തോടെ ആദത്തിൻ്റെ തോളിൽ പിടിച്ചു. മമ്മി മാറി നിൽക്ക്! ആദം ദേഷ്യം അടക്കാനാവാതെ അലറി. ഒരു കൊച്ചു കുഞ്ഞിൻ്റെ മുമ്പിൽ വെച്ചാണോടാ നിന്റെ അഭ്യാസം? ആദം അവൻ്റെ നെഞ്ചിൽ ചവിട്ടി പറഞ്ഞു. വേണ്ട പ്ലീസ്! അവൾ വിറയ്ക്കുന്ന ശബ്ദത്തിൽ കണ്ണുനീരോടെ അവനെ നോക്കി അപേക്ഷിച്ചു. അവളുടെ ആ വിറയ്ക്കുന്ന കൈകളുടെ സ്പർശനവും കണ്ണുകളിലെ ഭയവും കണ്ടതും ആദം പെട്ടെന്നൊന്ന് തണുത്തു. എങ്കിലും അവൻ നിതിനെയും ആ വീട്ടുടമസ്ഥനെയും കത്തുന്ന കണ്ണുകളോടെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. അവളുടെ അപേക്ഷയുടെ സ്വരം കേട്ടതും ആദം അവനിൽ നിന്നും പിന്മാറി. ശേഷം പേടിച്ച് നിൽക്കുന്ന അന്നയുടെ അടുത്തേക്ക് പോകാൻ തുടങ്ങി. നിലത്തു നിന്നും എഴുന്നേറ്റ് നിതിൻ നാണക്കേടും ദേഷ്യവും കൊണ്ട് അടുത്ത് കണ്ട ഒരു മരക്കഷ്ണം കയ്യിലെടുത്ത് ആദത്തിൻ്റെ നേരെ പാഞ്ഞെടുത്തു. ആദം അവനെ പെട്ടെന്ന് തടുത്ത് മരക്കഷ്ണം പിടിച്ചെടുത്ത് ദൂരേക്ക് എറിഞ്ഞു. എന്നിട്ട് നിതിൻ്റെ ഷർട്ടിൻ്റെ കൊളറിൽ ഇറുക്കെ പിടിച്ച് കാറിലേക്ക് ചേർത്ത് നിർത്തി. എന്താടാ നീ വിചാരിച്ചത്? പെണ്ണുങ്ങളുടെയും പിഞ്ചു കുഞ്ഞിൻ്റെയും നെഞ്ചത്തോട്ട് കയറിയാൽ നീ വലിയ ആണാവുമെന്നാണോ? ആദം അവൻ്റെ മുഖത്തേക്ക് അടുത്തു നിന്ന് പല്ലിറുമി. മര്യാദയ്ക്ക് ജീവിച്ചോണം. ഇവളെയും ഈ കുഞ്ഞിനെയും തൊടാൻ ഇനി നിന്റെ ഈ വിരൽ പോലും പൊങ്ങരുത്. ഈ നിമിഷം മുതൽ ഇവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ പ്രത്യാഘാതം നീ അനുഭവിക്കും. ആദത്തിൻ്റെ കയ്യിലെ ശക്തിയും അവൻ്റെ കണ്ണുകളിലെ ഭയപ്പെടുത്തുന്ന രോഷവും കണ്ടതോടെ നിതിൻ്റെ മദ്യലഹരിയൊക്കെ ചോർന്നുപോയി. അവൻ ഭയത്തോടെ ആദത്തെ നോക്കി വിറച്ചു. ഇറങ്ങിപ്പോടാ ഇവിടുന്ന്! ആദം അവനെ മുൻപോട്ട് തള്ളി. ഇവൾക്ക് ചോദിക്കാനും പറയാനും ആളില്ലെന്ന് വിചാരിച്ചോ നിങ്ങൾ? ആദത്തിൻ്റെ മമ്മിയും ദേഷ്യത്തോടെ മുന്നോട്ട് വന്നു. വീട്ടുവാടക അത് ഇത് എന്നൊക്കെ പറഞ്ഞ് താനിനി ഇവിടേക്ക് വരരുത്. ഈ നിമിഷം വരെയുള്ള കുടിശ്ശിക എത്രയാണെന്ന് വെച്ചാൽ പറയേ, ഇപ്പോൾ തന്നെ തീർത്തു തരാം. അതിനുശേഷം എൻ്റെ മോളെയും കുഞ്ഞിനെ ഇവിടെ നിന്ന് ഞങ്ങൾ കൊണ്ടുപോവുകയാണ്. ഇനി ഒരു നിമിഷം പോലും ഇവൾ നിങ്ങളുടെ ഈ വൃത്തികെട്ട വാടക വീട്ടിൽ നിൽക്കില്ല. മമ്മി പറയുന്നത് കേട്ട് അവൾ നിറകണ്ണുകളോടെ അവരെ നോക്കി. ആദവും സംശയത്തോടെ തൻ്റെ മമ്മിയുടെ മുഖത്തേക്ക് നോക്കുമായിരുന്നു. അതേ മോനെ, ഇവളെയും കുഞ്ഞിനെയും നമുക്ക് നമ്മുടെ വീട്ടിൽ കൊണ്ടുപോകാം. മിസ്ബ, നീ പോയി നിന്റെ കുഞ്ഞിൻ്റെ സാധനങ്ങൾ എടുത്തു വെക്ക്. അവനെ നോക്കി പറഞ്ഞതിന് ശേഷം അവർ അവളോടായി പറഞ്ഞു. ആൻറ്റി, അവൾ എന്തോ പറയാനായി തുടങ്ങിയതും അവർ അവളെ തടഞ്ഞു. ഇനി നീ നരകത്തിൽ കഴിയണ്ട. ഇനി മുതൽ നീയും കുഞ്ഞും ഞങ്ങളുടെ ഒപ്പം നിന്നാൽ മതി. അവർ ഉറപ്പോടെ വീണ്ടും പറഞ്ഞു. അയ്യോ, അത് വേണ്ട ആൻറ്റി! മിസ്ബ ഭയത്തോടെയും മടിയോടെയും തലയാട്ടി. ഞാൻ നിങ്ങളുടെ കൂടെ വന്ന ആളുകളൊക്കെ ഓരോന്ന് പറയും. നിങ്ങൾക്കതൊരു ഭാരമാകും. ഞാൻ എങ്ങനെയെങ്കിലും ഇവിടെ തന്നെ കഴിച്ചു കൂട്ടിക്കോളാം. മിസ്ബ കണ്ണുനീരോടെ ആദത്തെയും മമ്മിയെ നോക്കി. മോളെ, നീ എന്തൊക്കെയാ പറയുന്നേ? മമ്മി അവളുടെ കവളിൽ പതുക്കെ തലോടി. നിന്റെ കയ്യിലിരിക്കുന്ന ഒരു കൊച്ചു പെൺകുട്ടിയാണ്.
സ്വന്തം അച്ഛനെന്ന് പറയുന്നവനും ഈ ചുറ്റുള്ളവന്മാരും എത്ര ക്രൂരമാണെന്ന് നീ കണ്ടതല്ലേ. ഇവന്മാരുടെ മുന്നിൽ ഒറ്റയ്ക്ക് എതിർത്ത് നിൽക്കാൻ നിനക്ക് കഴിയില്ല മോളെ. അത് നിൻ്റെയും ഈ കുഞ്ഞിൻ്റെ ജീവന് തന്നെ അപകടമാണ്. മിസ്ബയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അവൾ തല താഴ്ത്തി വിങ്ങിപ്പൊട്ടി. മോൾ ആരെയും ഭയക്കേണ്ടതില്ല. ലോകം എന്തു പറഞ്ഞാലും ഞങ്ങൾക്കൊരു പ്രശ്നവും ഇല്ല. മമ്മിയുടെ ശബ്ദത്തിൽ വലിയൊരു ഉറപ്പുണ്ടായിരുന്നു. ഞങ്ങളുടെ ഒപ്പം നീയും നിന്റെ കുഞ്ഞും 100% സുരക്ഷിതരായിരിക്കും. അവിടെ നിന്നെ തൊടാൻ ഒരുത്തനും ധൈര്യപ്പെടില്ല. എൻ്റെ സ്വന്തം മകളെപ്പോലെ ഞാൻ നിന്നെ നോക്കിക്കോളാം. എൻ്റെ വാക്കിൽ നിനക്ക് വിശ്വാസമില്ലേ മോളെ? മമ്മിയുടെ ആ ആർദ്രമായ വാക്കുകളും കരുതലും കേട്ടപ്പോൾ മിസ്ബയുടെ മനസ്സിലെ എല്ലാ സംശയങ്ങളും അലിഞ്ഞുപോയി. ഇത്രയും നാൾ അനുഭവിച്ച യാതനകൾക്കും ഒറ്റപ്പെടലുകൾക്കും ഒടുവിൽ ദൈവം തനിക്ക് തന്ന വലിയൊരു തണലാണ് ഈ കുടുംബമെന്ന് അവൾക്കുറപ്പായി. എനിക്ക് വേണ്ടി ആ അമ്മയും പാറ പോലുള്ള മനുഷ്യനും ഉറച്ചു നിൽക്കുന്ന കണ്ടപ്പോൾ അവളുടെ നെഞ്ചിലെ ഭയമെല്ലാം ഒഴിഞ്ഞു മാറി. പകരം വലിയൊരു ആശ്വാസം വന്നു നിറഞ്ഞു. മിസ്ബ സന്തോഷവും ആശ്വാസവും നിറഞ്ഞ കണ്ണുകളോടെ ആദ്യത്തെ ഒന്നും കൂടി നോക്കിയിട്ട് കുഞ്ഞുമായിട്ട് സാധനങ്ങൾ എടുക്കാനായി വേഗം മുറിയിലേക്ക് പോയി. പുറത്തുനിന്ന് നിതിനും വീട്ടുടമസ്ഥനും എന്തു പറയണമെന്നറിയാതെ നിന്നു. മിസ്ബ മുറിയിൽ നിന്ന് ബാഗുമായി ഇറങ്ങാൻ തുനിഞ്ഞപ്പോഴാണ് നിതിൻ വീണ്ടും മുൻപിലേക്ക് കയറി നിന്നത്. അത് പറ്റില്ല, എൻ്റെ കുഞ്ഞിനെ ഇവിടുന്ന് കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. അവൻ ലഹരി പിടിച്ച ശബ്ദത്തിൽ അലറി. അത് കേട്ട് അവളൊന്ന് നിന്നു. എൻ്റെ കുഞ്ഞിനെ ഞാൻ വിടില്ല. അവൻ പറയുന്നത് കേട്ട് കുഞ്ഞ് മിസ്ബയുടെ പുറകിലേക്ക് മാറി. അത് കണ്ടതും ആദം പതുക്കെ നിതിൻ്റെ അടുത്തേക്ക് ചെന്നു. അവൻ നിതിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. കോടതി പോയാൽ ഈ കുഞ്ഞിനെ നിനക്ക് കിട്ടിയില്ലടാ നിതിനെ. മദ്യപിച്ച് ബോധമില്ലാതെ നടക്കുന്ന, സ്വന്തം ഭാര്യയും കുഞ്ഞിനെ സംരക്ഷിക്കാൻ കഴിവില്ലാത്ത ഒരു ലഹരിക്കടിമയായിട്ടുള്ള നിന്നെ ഈ ലോകത്ത് ഒരു കോടതിയും കുഞ്ഞു പെൺകുട്ടിയെ നോക്കാൻ വിട്ടുകൊടുക്കില്ല. ചുണ്ടിലൊരു തണുത്ത ചിരിയോടെ അങ്ങേയറ്റം ഗൗരവത്തിൽ ആദം പറഞ്ഞു. ആദത്തിൻ്റെ ആ വാദത്തിനു മുന്നിൽ എന്താണ് മറുപടി പറയേണ്ടതെന്ന് അറിയാതെ നിതിൻ തരിച്ചു നിന്നു. തുടർന്ന് ആദം തൻ്റെ ഫോൺ എടുത്ത് ഓൺലൈനായി ആ വീടിൻ്റെ ഉടമസ്ഥന് മിസ്ബ കൊടുക്കാനുണ്ടായിരുന്ന ആടകത്തുക മുഴുവൻ അയാളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. സ്ക്രീനിലെ സക്സസ്ഫുൾ മെസ്സേജ് അയാളുടെ മുഖത്തിന് നേരെ കാണിച്ചു. ഇതാ തനിക്ക് കിട്ടാനുള്ള വാടക. കണക്കുകളൊക്കെ തീർന്നു. ഇനി ഇവരുടെ പിന്നാലെ നടന്ന് ഉപദ്രവിക്കാൻ നോക്കിയാൽ ഈ ആദം ആരാണെന്ന് താൻ അറിയും. കാശും കിട്ടി ആദത്തിൻ്റെ ആ നിപ്പും കണ്ടതോടെ വീട്ടുടമസ്ഥൻ മിണ്ടാതെ വായും പൂട്ടി ഒതുങ്ങി നിന്നു. മിസ്ബയുടെ ബാഗുകൾ തൻ്റെ കൈകളിലേക്ക് വാങ്ങി അവളെയും കുഞ്ഞിനെയും ആദത്തിൻ്റെ മമ്മി കാറിൻ്റെ ബാക്ക് സീറ്റിലേക്ക് കയറ്റിയിരുത്തി. ആദവൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറാനാഞ്ഞു. പക്ഷെ എന്തോ ഓർത്തതുപോലെ അവൻ പെട്ടെന്ന് തിരിഞ്ഞു നിന്ന് നിതിൻ്റെ അരികിലേക്ക് നടന്നു. ഇനി മേലാൽ അവളെയോ കുഞ്ഞിനെയോ തിരക്കി നീ വരരുത്. ആദം ദേഷ്യത്തോടെ അവന് നേരെ കൈ ചൂണ്ടി. അവനാണെങ്കിൽ തിരികെ മറുപടി ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അവൻ എന്തെങ്കിലും ചെയ്യാനോ പറയാനോ കഴിയുന്നതിന് മുൻപേ തന്നെ ആദം തിരിഞ്ഞു നടന്ന് കാറിൽ കയറി. നിതിനും വീട്ടുടമസ്ഥന് എന്ത് ചെയ്യണമെന്നറിയാതെ ആദത്തിൻ്റെ ദേഷ്യത്തിന് മുന്നിൽ പേടിച്ച് പ്ലിങ്ങായി അവിടെ തന്നെ തറഞ്ഞു നിന്നു. ആദം കാർ മുന്നോട്ടെടുത്തു. കാറിൻ്റെ റിയർ വ്യൂ മിററിലൂടെ മിസ്ബയെ നോക്കിയപ്പോൾ അവളുടെ കണ്ണുകളിൽ ഇത്രയും നാളും ഉണ്ടായിരുന്ന ആ ഭയമൊക്കെ മാറി വലിയൊരു ആശ്വാസവും സുരക്ഷിതത്വവും തെളിഞ്ഞു നിൽക്കുന്നത് അവൻ കണ്ടിരുന്നു. കാർ വീടിൻ്റെ വിശാലമായ മുറ്റത്തേക്ക് കയറി നിന്നു. ആ വലിയ വീടും ചുറ്റുമുള്ള ശാന്തമായ അന്തരീക്ഷം കണ്ടപ്പോൾ തന്നെ മിസ്ബയുടെ മനസ്സിലേക്ക് വലിയൊരു ആശ്വാസം പടർന്നു. ഇറങ്ങുമോളെ. മമ്മി സ്നേഹത്തോടെ മിസ്ബയെ ചേർത്ത് പിടിച്ച് അകത്തേക്ക് ക്ഷണിച്ചു. ആദം ബാഗുകളൊക്കെ എടുത്ത് മുൻപിൽ നടന്നു. ആ വലിയ വീടിൻ്റെ സ്റ്റെപ്പിലേക്ക് മിസ്ബ കാൽ വെച്ചു. വളരെ മനോഹരമായി അലങ്കരിച്ച പ്രൗഢി വിളിച്ചോതുന്ന ഒരു സ്വീകരണ മുറിയായിരുന്നു അവർക്ക്. മമ്മി മിസ്ബയോടും കുഞ്ഞിനോടും സിറ്റൗട്ടിനോട് ചേർന്നുള്ള വിശാലമായ ലിവിംഗ് റൂമിലെ സോഫയിലേക്ക് ഇരിക്കാൻ പറഞ്ഞു. മിസ്ബ പതുക്കെ കുഞ്ഞിനെയും മടിയിലിരുത്തി അവിടെ ഇരുന്നു. അന്നമോളാണെങ്കിൽ ആ വലിയ വീടിൻ്റെ ഭംഗിയും ലൈറ്റുകളൊക്കെ അത്ഭുതത്തോടെ കണ്ണു തള്ളി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. മമ്മി, ഇത് കൊട്ടാരമാണോ? അവളുടെ കൊഞ്ചലുള്ള ശബ്ദത്തിൽ കൗതുകം നിറഞ്ഞു തുളുമ്പി. ഇത്രയും വലിയ വീട് ഞാൻ TV മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇവിടെയാണോ ഇനി നമ്മൾ നിൽക്കാൻ പോകുന്നത്? അവളുടെ ആ നിരപരാധിത്വം നിറഞ്ഞ ചോദ്യം കേട്ടതും അവിടെ നിൽക്കുകയായിരുന്ന ആദത്തിന് പുഞ്ചിരിയുണ്ടായി. അതേടി മോളെ, ഇത് നിന്റെ കൊട്ടാരം തന്നെയാ. ആദം കുനിഞ്ഞവളുടെ കവളിൽ പതുക്കെ നുള്ളി. ഇനി ഈ കൊട്ടാരത്തിലെ കുഞ്ഞു രാജകുമാരി നീയാണ്. നിനക്ക് എവിടെ വേണമെങ്കിലും ഓടിക്കളിക്കാം. ആരും ഒന്നും പറയില്ല. ആദം വീണ്ടും അവളോട് പറഞ്ഞതും അവളുടെ കണ്ണുകൾ വിടർന്നു. അന്നമോൾ മിസ്ബയുടെ ചുരിദാറിൽ പിടിച്ച് മേലോട്ട് നോക്കി. സന്തോഷം സഹിക്കാനാവാതെ അവൾ തുള്ളിച്ചാടി. മമ്മി കണ്ടോ, നമുക്കിനി പഴയ വീട്ടിലേക്ക് പോവണ്ട. അവളുടെ ആ കുഞ്ഞു വാക്കുകൾ കേട്ടപ്പോൾ മിസ്ബയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. ഇത്രയും നാൾ അനുഭവിച്ച നരകത്തിൽ നിന്നും മാറി സ്വന്തം മകൾക്ക് വലിയൊരു ലോകവും സുരക്ഷിതത്വവും കിട്ടിയതോർത്ത് അവളുടെ മനസ്സിൽ ദൈവത്തിന് നന്ദി മാത്രം പറഞ്ഞു. വാ, എൻ്റെ രാജകുമാരിക്ക് ഈ വീട് മുഴുവൻ അങ്കിള് കാണിച്ചു തരാം എന്നും പറഞ്ഞ് ആദം അന്നമോളുടെ കയ്യിൽ പിടിച്ചു നടന്നു. അങ്കിളെ, ഇതെന്താ അവിടെ എന്താ ഇരിക്കുന്നത് എന്നൊക്കെയുള്ള അവളുടെ കൊഞ്ചലുകൾ ആ വലിയ വീടാകെ അലയടിച്ചു കേട്ടു. അതുവരെ വിജനമായിരുന്ന ആ പൂമുഖത്ത് ആ കുഞ്ഞു ശബ്ദം വലിയൊരു ജീവൻ കൊണ്ടുവന്നു. ഓരോന്ന് കാണുമ്പോഴും അത്ഭുതത്തോടെ വിരൽ ചൂണ്ടി കൊഞ്ചുന്ന അന്നമോളെ നോക്കി മമ്മിയും മിസ്ബയും നിന്നിരുന്നു. മമ്മി മിസ്ബയുടെ അരികിലേക്ക് വന്ന് അവളുടെ കവളിൽ പതുക്കെ തലോടി. കണ്ടോ മോളെ, ആ കുഞ്ഞിൻ്റെ മുഖത്തെ സന്തോഷം. നിങ്ങൾ ഒന്നിനും പേടിക്കണ്ട, ഈ വീട് ഇനി നിങ്ങളുടെ കൂടെയാണ്, അവർ പുഞ്ചിരിയോടെ പറഞ്ഞു. എനിക്ക് ഇത്രയും വലിയൊരു തണൽ കിട്ടുമെന്ന്
ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല ആൻറ്റി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. അപ്പോഴേക്കും അകത്തെ ഹാളിൽ നിന്ന് അന്നമ്മളുടെ ഉറക്കെയുള്ള ചിരി കേട്ടു. ആദം അവളെയും കൊണ്ട് പടികൾ കയറുകയായിരുന്നു. കുഞ്ഞിൻ്റെ ചിരി കേട്ട് ആദത്തിൻ്റെ മുഖത്ത് മായാത്തൊരു പുഞ്ചിരി തെളിഞ്ഞു നിന്നിരുന്നു. ആ കുഞ്ഞിൻ്റെ ചിരിയിലും കളിയിലും ആദം അവൻ്റെ ജീവിതത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളും അവിടെ മറക്കുകയായിരുന്നു.